രാമേന്ദ്രൻ, ഈ രാഹുൽ ഗാന്ധി വളരെ രസകരമായൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണകൂടം എന്തൊക്കെ ചെയ്തു, പുറത്തറിഞ്ഞതും അണിയറയിൽ നടന്നതുമായ എല്ലാ കാര്യങ്ങളും തനിക്ക് വീട്ടിലിരുന്ന് തന്നെ അറിയാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഭരണപരിചയത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം രണ്ട് പ്രധാനമന്ത്രിമാർ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നേരിട്ട് കണ്ട ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണമൊന്നും ഇന്ത്യയുടെ ഭരണമൊന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് ഇപ്പോൾ പൊതുരംഗത്ത് നല്ല ചർച്ചയായിട്ടുണ്ട്. എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ഈ കഴിഞ്ഞ ദിവസം ഹിമന്ത് ബിശ്വ ശർമ്മ, ആസാം മുഖ്യമന്ത്രി, എക്സിൽ ഒരു നീണ്ട കുറിപ്പ് എഴുതിയിരുന്നു ഇതിനെ പറ്റിയിട്ട്. ഭരണം സംവിധാനമൊക്കെ ജനനം മുതൽ കണ്ട ആളെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ നെഹ്റു എങ്ങനെയാണ് ഭരിച്ചിരുന്നത് എന്നുള്ളത് രാഹുൽ കണ്ടിട്ടില്ല, ബാക്കിയൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് മറുപടി തരാമോ എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ചോദിക്കുന്നത്. ഹിമന്ത് ബിശ്വ ശർമ്മ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം. അദ്ദേഹം ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹം ഡീറ്റെയിൽഡായിട്ട് ചോദിക്കാത്ത കാര്യങ്ങളാണ് ശാസ്ത്രിയുടെ മരണം, ഹോമി ഭാബയുടെ മരണം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം, രാജേഷ് പൈലറ്റ്, മാധവറാവു സിന്ധ്യ, ഇത്തരം മരണങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഹിമന്ത് ബിശ്വ ശർമ്മ പരാമർശിച്ച ചില കാര്യങ്ങൾ എനിക്കും ഈ കുട്ടിക്കാലം മുതൽ ചില കാര്യങ്ങളിൽ അത് എമർജൻസിക്കൊക്കെ മുമ്പ്, ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഹിമന്ത് ബിശ്വ ശർമ്മ നഗർവാലയുടെ കേസ് പറഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിൽ ഒരാൾ SBIയിലേക്ക് വിളിച്ചിട്ട് ഇത്ര പൈസ കൊടുത്തു വിടണം എന്ന് പറഞ്ഞ സംഭവം അത് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം LN മിശ്രയുടെ കൊലപാതകം. ലളിത് നാരായൺ മിശ്ര, ബീഹാറിൽ. അതെ, അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു 1973-75 കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ. പക്ഷേ ഇന്ദിരാഗാന്ധിയായിട്ട് സ്വരച്ചേർച്ചയില്ലായിരുന്നു. അവർ തമ്മിൽ അങ്ങനെ അധികം മിണ്ടുകയൊന്നുമില്ലായിരുന്നു, അകൽച്ചയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭിന്നത വന്ന സമയത്താണ് 1975 ജനുവരിയിൽ ബീഹാറിലെ സമസ്തിപൂരിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രോഡ് ഗേജ് ഉദ്ഘാടനം കഴിഞ്ഞ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു ഗ്രനേഡ് ഈ വേദിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. 1975 ജനുവരി 10 CBI കേസ് ഏറ്റെടുത്തു. എന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് 2014 4 പേര് കുറ്റക്കാരാണെന്ന് വിധിച്ച് ജീവപര്യന്തം കൊടുത്തത്. വലിയ സംശയം. ഇങ്ങനൊരു കേസിലേ 40 കൊല്ലം ഇന്ത്യയിൽ എടുക്കുന്നു. കരുതുന്നവർ ജീവിച്ചിരുന്നു അത്രയും കാലം. അതെ, അവർ തന്നെയാണോ പ്രതികൾ എന്നറിയില്ല. കാരണം 3 ആനന്ദമാർഗികൾ, സന്തോഷാനന്ദ്, സുദേവാനന്ദ്, ഗോപാൽജി, 3 ആനന്ദമാർഗികൾ, ഒരു വക്കീൽ രഞ്ജൻ ദ്വേദി. ഇതാണ് ഇവർ. എങ്ങനെയാണ്, എന്താണ് കാരണം, എന്താണ് പ്രകോപനം എന്നുള്ളതിനെ പറ്റിയൊക്കെ വലിയ സംശയാസ്പദമായ രീതിയിലാണ് ഈ കേസൊക്കെ പോയത്. അപ്പോൾ അന്ന് ഈ പ്രഭാത് രഞ്ജൻ സർക്കാർ എന്ന് പറഞ്ഞ ആനന്ദമാർഗ മേധാവി, ആനന്ദമാർഗം നടത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ ഫൗണ്ടറൊക്കെ ആയിട്ടുള്ള പ്രഭാത് രഞ്ജൻ സർക്കാർ ജയിലിലായിരുന്നു. ആ തടവിലുള്ള ഈ സർക്കാരിനെ വിടാൻ ഇന്ദിരയുടെ മുകളിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അവർ വഴങ്ങിയിരുന്നില്ല. അതിൻ്റെ പ്രതികാരം തീർത്തതാണെന്നൊക്കെയാണ് പറയുന്നത്. അതേ LN മിശ്രയോട് തീർത്താൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഈ 4 പേരെ ശിക്ഷിച്ചത് ശരിയല്ല എന്ന് കൊച്ചുമകൻ വൈഭവ് മിശ്ര തന്നെ പറഞ്ഞിട്ടുണ്ട് LN മിശ്രയുടെ. കാരണം കുറ്റവാളികളെ CBI രക്ഷപ്പെടുത്തുകയായിരുന്നു. അത് ഈ CBI പറ്റി ഇപ്പോൾ തത്തമ്മ പറയുന്ന പോലെയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇന്ദിരയുടെ കാലത്തും ഒട്ടും ഭേദമല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ബോഫോഴ്സും ഒക്കെ വെച്ചറിയാം. അത് കഴിഞ്ഞ് മിത്രോക്കിൻ ആർക്കൈവ് എന്ന് പറഞ്ഞ പുസ്തകമില്ലേ, 2005 വന്നത്, റഷ്യ എന്നുള്ള KGBയുടെ രഹസ്യങ്ങളൊക്കെ ആയിട്ട് ക്രിസ്റ്റഫർ ആൻഡേഴ്സ് ഇറക്കിയ മിത്രോക്കിൻ ആർക്കൈവിൽ പറയുന്നുണ്ട് KGB ആണ്
കോൺഗ്രസിന് പണം കൊടുത്തിരുന്നത് പലപ്പോഴും നിന്ന് പിഴയ്ക്കാനും പാർട്ടി നടത്തിപ്പിനുമൊക്കെ. അപ്പോൾ ഈ മിശ്രയായിരുന്നു അക്കാലത്ത് ഫണ്ട് റൈസർ, പണ്ട് SK പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ മിശ്രയ്ക്ക് സോവിയറ്റ് പണം എത്ര വരുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇന്ദിരയുമായിട്ട് അകന്നു കഴിഞ്ഞപ്പോൾ ഈ കാരണം കൊണ്ടായിരിക്കും മിശ്രയെ ഉന്മൂലനം ചെയ്തത് എന്നാണ് കൊച്ചുമകൻ വൈഭവ് മിശ്രയൊക്കെ പറയുന്നത്. അത് കോട്ട് ചെയ്യുന്നുണ്ടോ? മിത്രോക്കിൻ ആർക്കൈവ് കോട്ട് ചെയ്ത ഭാഗമാണ് അത്. ലണ്ടനിൽ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തിരുന്നു. ആ പുസ്തകം ഇവിടെയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കയ്യിലും ഉണ്ടത്. അതിൽ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഭയങ്കര ഡാമേജിങ് ആയ കാര്യങ്ങളും ഉണ്ട്, കേരളത്തിലെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് മുൻ ബീഹാർ, അത് പിന്നെ ഈ LN മിശ്രയുടെ കാര്യമൊക്കെ അന്നു മുതലേ വലിയ സംശയാസ്പദമാണ്. നമ്മൾ ഈ ദീൻ ദയാൽ ഉപാധ്യായയുടെ മരണമൊക്കെ റെയിൽവേ തീവണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴാണല്ലോ. അത് പക്ഷേ ഹിമന്ത് ബിശ്വ ശർമ്മ ഒന്നും ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി. ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം കാശ്മീരിൽ വെച്ച് അതും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇനി മുൻ ബീഹാർ മുഖ്യമന്ത്രി KB സഹായ് കാറപകടത്തിലാണ് മരിച്ചത്. അദ്ദേഹവും ഇന്ദിരയുമായി അകന്നിരുന്നു. KB സഹായ് 1963 4ാമത്തെ ബീഹാർ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ 4ാമത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു കൃഷ്ണ വല്ലഭ സഹായ്. അദ്ദേഹം അവിടെ സമീന്ദാരി സമ്പ്രദായമൊക്കെ അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. 1974 മെയ് 29 ഹസാരിബാഗിലെ സിന്ദൂർ ഗ്രാമത്തിലൊരു ട്രക്കിന് പിന്നിൽ കാറിടിച്ചിട്ടായിരുന്നു മരണം. ഇതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ ഒരുപാട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, സ്വതന്ത്ര ഇന്ത്യയിൽ. നമുക്ക് പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം മുതൽ YSR എൻ്റെ മരണം വരെ, ആന്ധ്രയിലെ രാജശേഖർ റെഡ്ഡിയുടെ ആന്ധ്രയിൽ ഹെലികോപ്റ്റർ ട്രാജഡിയിൽ മരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെയും വസ്തുതകളൊന്നും ഇതുവരെയും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. സഞ്ജയ് ഗാന്ധിയുടെ പ്ലെയിൻ ക്രാഷ്, പിന്നെ മാധവറാവ് സിന്ധ്യ, രാജേഷ് പൈലറ്റ്, ഇതുപോലെ അനേകം ദുരൂഹ മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും വസ്തുത ശരിയായി ഒരു അന്വേഷണ ഏജൻസിയും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. രാജീവ് ഗാന്ധിയുടെ തന്നെ ഘാതകരെ പോയി ഈ പ്രിയങ്ക ഗാന്ധി, നളിനിയൊക്കെ പോയി ഇടക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നതൊക്കെ സംശയാസ്പദമല്ല. അതെ അതെ, അവർക്കൊക്കെ മാപ്പ് കൊടുക്കണമെന്ന് വരെ പറഞ്ഞിരുന്നു. പ്രിയങ്ക ചെന്ന് ജയിലിൽ നളിനിയൊക്കെ കാണുകയും നളിനിയോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുണ്ടായുള്ളൂ, എന്തിനാണ്, പാവമായിരുന്നില്ലേ എൻ്റെ അച്ഛൻ, എന്തിനാണ് അദ്ദേഹത്തെ ഇല്ലാതെ എന്നാ അവർ പുറത്തു പറഞ്ഞത്. അതെ അതെ, എന്താണ് ഇത്? അല്ല, ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉറങ്ങാൻ കിടന്ന അദ്ദേഹം പിന്നെ ഉണർന്നില്ല. അതെ, അത് അതിനെപ്പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ടുകളൊന്നും കൃത്യമായി പുറത്തു വന്നു. അത് പക്ഷേ ആ ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്ന CIA ഓഫീസർ അന്നത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. CIA ആണ് കൊന്നത്. ഈ 1 മാസം കഴിഞ്ഞിട്ടാണ് ഹോമി ബാബ വിമാനാപകടത്തിൽ മരിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും ഹോമി ബാബയും തമ്മിൽ സംസാരിച്ചിട്ടാണ് അന്നത്തെ ആണവ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. ആകാശവാണിയിൽ ഒരു പ്രക്ഷേപണം നടത്തിയിരുന്നു ഹോമി ബാബ, 1 മാസത്തിനകം നമ്മൾ അണുബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ 2 സംഭവങ്ങളും. ലാൽ ബഹദൂർ ശാസ്ത്രിയെ പറ്റി ആളുകൾ ശക്തനല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും അല്ലായിരുന്നു കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ K ദാമോദരൻ്റെയൊക്കെ കാലത്ത് മറ്റേ കാശിയിൽ ഒരുമിച്ച് വിദ്യാപീഠത്തിൽ പഠിച്ചിരുന്നതാണ് ശാസ്ത്രിയും. പിന്നെ വിക്രം സാരാഭായിയുടെ മരണത്തിനെ പറ്റിയുണ്ട്. നമ്മുടെ ഈ പദ്ധതികൾ മുഴുവൻ നമ്മൾ അന്ന് തന്നെ ആണവ ശക്തി ആകുമായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കോവളത്ത് വെച്ചായിരുന്നില്ലേ? അതെ, മറ്റേ അന്ന് ഇന്ദിരാഗാന്ധി കരുണാകരനെ വിളിച്ചിട്ട്, ഹോം മിനിസ്റ്റർ കരുണാകരനെ വിളിച്ചിട്ട് അടിയന്തരമായ ചില സന്ദേശങ്ങൾ കൊടുത്തതായിട്ട് പറയുമായിരുന്നു. ആ സന്ദേശം എന്താണെന്ന് കരുണാകരനും ഇന്ദിരാഗാന്ധിക്ക് മാത്രമേ അറിയൂ. ഇതിലിപ്പോൾ ഈ KGB ആണ് കോൺഗ്രസിനെ ഫിനാൻസ് ചെയ്തിരുന്നതെന്ന് മിത്രോക്കിൻ ആർക്കൈവിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ശരിക്കും സോവിയറ്റ് യൂണിയൻ്റെ ഒരു പാവ തന്നെയായിരുന്നല്ലോ.
അല്ല, അന്നത്തെ ഗവൺമെൻറ് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ കോൺഗ്രസും CPIയും തമ്മിലുള്ള ഒരു ഐക്യമുന്നണി ഉണ്ടായല്ലോ, മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ശർമ്മ പറയുന്ന വാറൻ ആൻഡേഴ്സൺ, യൂണിയൻ കാർബൈഡ്, ഭോപ്പാൽ ദുരന്തം, യൂണിയൻ കാർബൈഡിൻ്റെ CEO ആയിരുന്ന വാറൻ ആൻഡേഴ്സൺ ഇന്ത്യയിൽ വന്നു. അദ്ദേഹത്തിന് വീട്ടുതടങ്കലിലാക്കി ഭോപ്പാലിൽ. ആ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പക്ഷേ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ കൊണ്ട് അദ്ദേഹം പല ഓപ്പറേഷൻസും നടത്തി അദ്ദേഹത്തിന് വിട്ടയച്ചത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. അപ്പോൾ വിട്ടയക്കാനുള്ള കാരണം ഈ രാജീവ് ഗാന്ധിയുടെ ബാല്യകാല സുഹൃത്ത് ആദിൽ ഷഹരിയാർ എന്ന് പറഞ്ഞ യുവാവ് 35 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഫ്ലോറിഡയിൽ ജയിലിൽ കഴിയുന്നുണ്ടായിരുന്നു, അമേരിക്കയിൽ. ഈ ആദിൽ ഷഹരിയാറിനെ നിങ്ങൾ വിട്ടാൽ ഞാൻ ആൻഡേഴ്സനെ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു. അങ്ങനെ ഒരു ഒത്തീർപ്പാണ്. ആദിൽ ഷഹരിയാറിനെ വിട്ടു. ആദിൽ ഷഹരിയാർ ആരാന്ന് പറഞ്ഞാൽ ഈ തുർക്കിയിലും ഇന്തോനേഷ്യയിലും ഇറാഖിലും ഒക്കെ ഇന്ത്യയുടെ സ്ഥാനപതിയായിരുന്ന മുഹമ്മദ് യൂനിസിൻ്റെ മകനാണത്. മുഹമ്മദ് യൂനിസ് നെഹ്റു കുടുംബത്തിൻ്റെ തന്നെ വലിയ സുഹൃത്താണ്. പിന്നെ ഈ സഞ്ജയ് ഗാന്ധി മുഹമ്മദ് യൂനിസിൻ്റെ മകനാണെന്ന് ഒരു കിംവദന്തി ഡൽഹിയിലൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. സുന്ദരനാണ്, നല്ല പൊക്കവും ഒക്കെ ആയിട്ട്. ഈ അതിർത്തി ഗാന്ധി ഇല്ലേ, അബ്ദുൽ ഗഫാർ ഖാൻ്റെ ശിഷ്യനായിരുന്നു. 10 കൊല്ലം ഗഫാർ ഖാൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗഫാർ ഖാനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കരാറിൻ്റെയൊക്കെ പേരിലായിരിക്കണം ഈ IAS IFS ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മുഹമ്മദ് യൂനിസിന്. ഫോറിൻ സർവീസിൽ നെഹ്റു അങ്ങനെ ചില ആളുകളെയൊക്കെ കാലത്ത് ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെയാണ് ഈ മുഹമ്മദ് യൂനിസിനെ എടുത്തിട്ട് ഈ സ്ഥാനപതിയൊക്കെ ആയിട്ട് വിട്ടത്. എന്നിട്ട് ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ ആദിൽ ഷഹരിയാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് തോക്ക് കൈവശം വെച്ചു, ഫ്രോഡ് നടത്തി. കാരണം ഇങ്ങർക്ക് ഈ വീഡിയോ കാസറ്റുകളുടെയൊക്കെ തുടക്കമാണത്. വീഡിയോ കാസറ്റ് അസംസ്കൃത സാധനം തന്നെ, റെക്കോർഡിങ്ങിനൊക്കെ മുമ്പുള്ള കാസറ്റ്, അതിൻ്റെ നിർമ്മാണം ഉള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു. വേറൊരു കമ്പനിക്ക് 60,000 കാസറ്റുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു കരാറുണ്ടാക്കിയിട്ട് ആ സമയത്ത് കടലാസ് മാത്രം പാക്കറ്റുകൾ നിറച്ചിട്ട് ഈ പാക്കറ്റുകൾ കത്തിച്ചു. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള ഇൻഷുറൻസ് കമ്പനിയില്ലേ, ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 21 ലക്ഷം രൂപ അക്കാലത്ത് തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഫ്രോഡ് പുറത്തായി. മറ്റേ കമ്പനികളെല്ലാം ഇയാളിത് ഉണ്ടാക്കിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത്, ഇങ്ങനെ പലവിധ കേസുകളൊക്കെ ആയിട്ടാണ് ഇയാൾ 35 കൊല്ലം ശിക്ഷ വിധിച്ചത്. പിന്നെ ഇയാളുടെ പേര് ഇന്ത്യയിലൊക്കെ ഇട്ടത് ഈ രാജീവിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി ഒരു ഫെയർ ഫാക്സ് കേസ് ഉണ്ടായിരുന്നില്ലേ, വലിയ കുംഭകോണം. ഫെയർ ഫാക്സ് ഒരു കുഴപ്പത്തിൽ രാജീവ് ഗാന്ധിയുടെ പേര് വരാതിരിക്കാൻ അമേരിക്കൻ ഈ ചാര ഏജൻസിയൊക്കെ ആയിട്ടുള്ള ഫെയർ ഫാക്സിന് കുഴ കൊടുത്തു എന്നുള്ളതായിരുന്നു കേസ്. അതുമായി ബന്ധപ്പെട്ട് ഈ ആദിൽ ഷഹരിയാറിൻ്റെ പേര് ആ കാലത്ത് പിന്നെ വന്നിരുന്നു. അതുപോലെ ഈ ബോഫോഴ്സിലെ കൊട്രോച്ചി ഉണ്ടല്ലോ, കൊട്രോച്ചിയെ ഇന്ത്യയിൽ വന്ന് അറസ്റ്റ് ചെയ്യാവുന്ന എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഈ ബോഫോഴ്സ് കാര്യം ശർമ്മ പറഞ്ഞിട്ടുണ്ട്. ക്വാത്രോയ്ക്ക് വരാനുള്ള കാര്യം സോണിയാഗാന്ധി കുടുംബമായിട്ടുള്ള ബന്ധമാണല്ലോ. പിന്നെ വലിയ ഡിഫൻസ് ഡീലറൊക്കെ ആയി. ഇവിടെ ഡിഫൻസ് ഡീലൊക്കെ നടത്തുന്ന കുടുംബമൊക്കെ തന്നെയാണല്ലോ. അത് വാദ്രയൊക്കെ ധാരാളം ചെയ്തിട്ടില്ലേ. ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ പോലും അങ്ങനെ ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ ബൊഫോഴ്സ് ഡീൽ എന്ന് പറയുന്നത് 1437 കോടി രൂപയായിരുന്നു. അതിൻ്റെ അകത്ത് $9 മില്യൺ കോഴ വന്നിട്ടുണ്ട്, കമ്മീഷൻ. ആ കമ്മീഷൻ ആരൊക്കെ, ക്വാത്രയൊക്കെ വേറെ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതൊക്കെയാണ് ഹിമന്ത് ശർമ്മ ചോദിച്ചിരിക്കുന്നത്. പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2019 ജൂലൈ 16 ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി യൂസുഫ് റാസ ഗിലാനിയുമായിട്ട് ഈ ഈജിപ്തിൽ വെച്ച് നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ഒരു സംയുക്ത പ്രസ്താവന വന്നപ്പോൾ അതിൽ ഗിലാനി ബലൂചിസ്ഥാനെ പരാമർശിക്കാനായിട്ട് മൻമോഹൻ സിംഗ് അനുവദിച്ചു. ഇതിൻ്റെ പിന്നിൽ രഹസ്യം എന്തെന്നും കൂടി ഹിമന്ത് ബിശ്വ ശർമ്മ ചോദിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ ഇന്ത്യയാണ്
ബലൂജി തീവ്രവാദികളെ സഹായിക്കുന്നത് എന്ന് പാകിസ്ഥാൻ ആരോപണം ഉന്നയിക്കുന്നവരാണ്. അപ്പോഴാണ് ബലൂചിസ്ഥാൻ്റെ കാര്യത്തിലും ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് സംയുക്ത പ്രസ്താവനയിൽ ചേർക്കാനായിട്ട് മൻമോഹൻ അനുവദിച്ചു. ഇതിൻ്റെ പിന്നിലെ കാര്യം എന്തെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള ദുരൂഹ മരണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കൊള്ളക്കം ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ വസ്തുത അന്വേഷണം പുറത്തു വരുന്ന കാലമുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.